Good morning dears, it's me Sajida Rajesh. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചാപ്റ്റർ 4 പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിംഗ് ആണ്. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് കരിയർ പ്ലാനിങ്ങിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് അസസ്സിങ്, സമ്മറൈസിങ് ആൻഡ് ഡെവലപ്പിംഗ് ദ വർക്ക് പെർഫോമൻസ് ഓഫ് ആൻ എംപ്ലോയി. എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് അസസ് ചെയ്യുന്നതിനെ, സമ്മറൈസ് ചെയ്യുന്നതിനെ, ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. അതേപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസലും മെറിറ്റ് റേറ്റിങ്ങും ഒരേപോലെ യൂസ് ചെയ്യുന്ന ടേമുകളാണ്. എന്നാൽ നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് മെറിറ്റ് റേറ്റിങ്ങിനേക്കാൾ വൈഡർ ആയിട്ടുള്ള ഒരു ടേമാണ്. പിന്നെ നമ്മൾ ക്ലോത്തിയർ ആൻഡ് സ്പ്രീഗലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ്. അതായത് ഒരു എംപ്ലോയിയുടെ വർക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന വർക്കിനെ നമ്മൾ മെഷർ ചെയ്യുക, വാല്യൂ ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, മൂല്യനിർണ്ണയം നടത്തുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് ഇവാലുവേഷൻ. നിങ്ങളതിനെയൊക്കെ ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. എന്തിൻ്റെ ഫോമിലാണ്? എക്സാമിൻ്റെ ഫോമിൽ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനാണ്. അങ്ങനെ പെർഫോമൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് റാങ്കായിട്ട് അല്ലെങ്കിൽ A+കളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് 10th ഫുൾ A+ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടി, 9 A+ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കുറച്ചും കൂടി പെർഫോമൻസ് കുറഞ്ഞ കുട്ടി. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഗ്രേഡുകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ റാങ്കുകൾ കൊടുത്തിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഡിവൈഡ് ചെയ്യാറുണ്ട്. ആ ഒരു രീതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. വർക്ക് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. റാങ്ക് കൊടുത്തിട്ട് പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കണക്കാക്കാറുണ്ട്. അതേപോലെ പെർഫോമൻസ് അപ്രൈസലിന് പല മെത്തേഡ്സും ഉണ്ട് കേട്ടോ. റാങ്കിങ് മാത്രമല്ല, പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ്, ഗ്രേഡിംഗ് സിസ്റ്റം, ഗ്രാഫിക് സ്കെയിൽ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയി. പെർഫോമൻസ് അപ്രൈസൽ ഈസ് മച്ച് യൂസ്ഫുൾ ഇൻ അനലൈസിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ് ഓഫ് എംപ്ലോയീസ്. അതായത് നമ്മൾ പെർഫോമൻസ് അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസിന് ഇനി ട്രെയിനിങ് ആവശ്യമുണ്ടോ, അതോ കൊടുത്തിരിക്കുന്ന ട്രെയിനിങ് അയാൾ നല്ല രീതിയിലാണോ, ഇഫക്റ്റീവായിട്ട് അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പെർഫോമൻസ് അപ്രൈസ് സഹായിക്കും. പെർഫോമൻസ് അപ്രൈസ് പീപ്പിൾ ഹൂ റിക്വയർ ഫർദർ ട്രെയിനിങ് ടു ഇംപ്രൂവ് ദർ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ട്രെയിനിങ് ആവശ്യമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയി. അതുകൊണ്ട് എന്താണ്? പെർഫോമൻസ് അപ്രൈസലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ട്രെയിനിങ് ഡെവലപ്മെൻറ്റും ആവശ്യമുണ്ടോ, എംപ്ലോയീസിന് ആവശ്യമുണ്ടോ, ഫർദറായിട്ട് ഇനി ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തെ ഹെൽപ്പ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഹെൽപ്പ് ടു ടേക്ക് പേഴ്സണൽ ഡിസിഷൻസ് എടുക്കാൻ. അതായത് പെർഫോമൻസ് അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേ ഇൻക്രീസ് ചെയ്യണോ, പ്രമോഷൻ കൊടുക്കണോ, ഡിമോഷൻ കൊടുക്കണോ, ട്രാൻസ്ഫർ കൊടുക്കണോ, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണോ എംപ്ലോയീനെ എന്നൊക്കെ നമുക്ക് അയാളുടെ പെർഫോമൻസ് വിലയിരുത്തി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. നാലാമത്തെ യൂസ്ഫുൾ ടു റെക്ടിഫൈ ഇഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ. അതായത് റിക്രൂട്ട്മെൻറ്റ് നല്ല രീതിയിലാണോ നടന്നിരിക്കുന്നത്, സെലക്ഷൻ നല്ല ആളുകളെയാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, അതേപോലെ പ്ലേസ്മെൻറ്റ് യോജിച്ച ആളുകളെ തന്നെയാണോ ചെയ്തിരിക്കുന്നത്, ഓറിയൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിലാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് എന്താണ്? അയാളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ പേഴ്സണൽസിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്ത കണക്കാക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. അതായത് പെർഫോമൻസ് അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ മൂല്യനിർണ്ണയം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇൻക്രീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടും. ഇതൊക്കെ എന്താണ്? എംപ്ലോയീസിന് എന്താണ്? കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഓരോ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്തായും അയാളുടെ സ്ട്രെങ്ത് എന്താണ്, അയാളുടെ ബലം എന്താണ്, അല്ലെങ്കിൽ വീക്ക്നെസ് എന്താണ്, ബലഹീനത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ആണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസിനെ സിസ്റ്റമാറ്റിക്കലി മെഷർ ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് ഇവാലുവേഷനാണ്. മാത്രമല്ല ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 8 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ്
ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയി, ഹെൽപ്പ് ടു ഇംപ്രൂവ് പെർഫോമൻസ്, ഹെൽപ്സ് ടു ടേക്ക് പേഴ്സണൽ ഡിസിഷൻസ്, യൂസ്ഫുൾ ടു റെക്ടിഫൈ ദ എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ക്രിയേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, പിന്നെ അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ, ഇൻസ്പിരേഷൻ. ഇനിയും നമുക്ക് പറയാം ഇതൊരു ഫീഡ്ബാക്ക് ആണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രൊവൈഡ് എ യൂസ്ഫുൾ ഫീഡ്ബാക്ക് ഓഫ് എംപ്ലോയീസ്, സൂപ്പർവൈസർ ആൻഡ് പേഴ്സണൽ സ്പെഷ്യലിസ്റ്റ് ടു ആൻഡ് അലൗ ടു ദം കറക്റ്റീവ് മെഷേഴ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ഫർദർ. അതായത് പെർഫോമൻസ് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനും അതേപോലെ തന്നെ അവരുടെ ഇഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. പിന്നെന്താണ്, ഇൻസ്പിരേഷനാണ്. ഇൻസ്പിരേഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് പറഞ്ഞു. എയ്ഡ് ടു പേഴ്സണൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് അപ്രൈസൽ. പിന്നെ അതേപോലെ തന്നെ ഹെൽപ്സ് ടു ഡെവലപ്പ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസ്. അപ്പോൾ അപ്രൈസൽ നടത്തി കഴിഞ്ഞാൽ എന്താണ്, ഡെവലപ്പ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസ് ഗ്രീവൻസസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അതായത് എംപ്ലോയീസിൻ്റെ തർക്കങ്ങളൊക്കെ ഒരുവിധം എന്ത് ചെയ്യാം, പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നീഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലാണ്. ഇതേപോലെ തന്നെ നീഡ്സ് പോലെ തന്നെ അധികം സാമ്യമുള്ള പോയിന്റ്സ് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസലിലും വരുന്നത് കേട്ടോ. ഒന്നാമത്തെ എന്താണ്, ടു ഇംപ്രൂവ് ദ ജോബ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. പെർഫോമൻസ് അപ്രൈസൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ അപ്രൈസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്കൊരു എക്സാം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് പഠിക്കില്ലേ, അതേപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പേയ്മെൻറ്റ് കൂടും, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടും, അല്ലെങ്കിൽ പെർഫോമൻസ് നന്നല്ലെങ്കിൽ ഡിമോഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ടെർമിനേഷൻ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും എന്ന് ആർക്കറിയാം, എംപ്ലോയീസിന് അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരെ ജോബിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഗ്രിവൻസസ്, തർക്കങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അതായത് പ്രിവെൻറ്റ് ഗ്രിവൻസസ് ആൻഡ് ഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഇൻ ദ പേഴ്സണൽസിൻ്റെ ഇടയിലുള്ളാവുന്ന ഇൻഡിസിപ്ലിനറി ആക്ഷൻസ്, അതേപോലെ തന്നെ തർക്കങ്ങൾ, ഇതൊക്കെ പരിഹരിക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ. എന്താണ്, ഇൻഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കണമെങ്കിൽ ഡിമോഷൻ ഉണ്ടാവും, അതായത് താഴ്ത്തും അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തർക്കങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടു മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ടു പെർഫോം വെൽ, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, പെർഫോമൻസ് അപ്രൈസലാണ്. പിന്നെ ടു ഇവാലുവേറ്റ് സക്സസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ്. ഒരുപാട് ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നത്, പ്ലേസ്മെൻറ്റ് നടത്തുന്നത്. ആ പ്ലേസ്മെൻറ്റ് നടത്തിയിരിക്കുന്ന എംപ്ലോയീസിന് എത്രമാത്രം ട്രെയിനിങ് എഫക്റ്റീവാണ്, എത്രമാത്രം സക്സസ് ആയിട്ടുണ്ടായിരുന്നു ട്രെയിനിങ് എന്ന് എംപ്ലോയർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എംപ്ലോയീസ് തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി, രണ്ട് എംപ്ലോയീസിനെ നമ്മൾ പെർഫോമൻസ് അപ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന എംപ്ലോയി ബി എന്ന് പറയുന്ന എംപ്ലോയിയേക്കാൾ നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്. അതേപോലെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താനും വളരെയധികം ഹെൽപ്പാണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി പെർഫോമൻസ് അപ്രൈസലിൻ്റെ പ്രോസസ്സ് എന്തൊക്കെ പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസലിനുള്ളത്. ഒന്നാമത്തെ നോക്കിയാൽ ഒരു 7 സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസലിനുള്ളത്. ഒന്നാമത്തെ ഡിറ്റർമിനിങ് ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തെ എസ്റ്റാബ്ലിഷിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓർ ക്രൈറ്റീരിയ, മൂന്നാമത്തെ കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്, ഫോർത്ത് വൺ ഈസ് മെഷറിംഗ് പെർഫോമൻസ്, ഫിഫ്ത്ത് വൺ കമ്പയറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്, സിക്സ്ത് വൺ ഡിസ്കഷൻ ആൻഡ് സെവൻത്ത് വൺ ഈസ് കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ, അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് പ്രോസസ് ഓഫ് സ്റ്റെപ്സ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേൾക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നന്നായിട്ട് കേൾക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.